റഷീദ്, ഈ രാജ്യവ്യാപകമായി SIR നടപ്പാക്കുന്നത് നമുക്കറിയാം, അതിന്റെ പ്രതിഷേധങ്ങൾ നമുക്കറിയാം, ബീഹാറിൽ സംഭവിച്ചതറിയാം. ഇപ്പോഴിതാ ബംഗാളിൽ കരട് പട്ടിക പുറത്തു വരുമ്പോൾ 58 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. പ്രതിഷേധങ്ങൾക്കിടയിലായിരുന്നു ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും കരട് വോട്ടർ പട്ടിക ഇന്ന് രാവിലെയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2025 വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന 58 ലക്ഷം പേരെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത്. 58 ലക്ഷത്തിലധികം ആളുകൾ ഇത്തരത്തിൽ പുറത്താക്കിയതുമായി കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതേസമയം ഇതിലെ ചില കണക്കുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് 24.17 ലക്ഷം വോട്ടർമാർ മരണപ്പെട്ടവരാണ്. അതോടൊപ്പം 18.88 ലക്ഷം പേർ സ്ഥലം മാറി, 12 ആളുകൾ വോട്ടർമാരെ കാണാതായിട്ടുണ്ട്, 1.38 ലക്ഷം ഇരട്ടി വോട്ടർമാർ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ട് വെട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് മമതാ സർക്കാരും അതോടൊപ്പം തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇറങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ബീഹാറിലെ SIR നടപടിക്ക് പിന്നാലെ 68 ലക്ഷം പേരെയാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടുകച്ചവടത്തിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. സമാനമായിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ് ബംഗാളിലും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 58 ലക്ഷം പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇനിയും ഈ പരാതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയമാണ്, അത് ജനുവരി 16 വരെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ പട്ടിക വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. എന്തായാലും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 16 തീയതിയായിരിക്കും പ്രഖ്യാപിക്കുക, ഈ പ്രസിദ്ധീകരിക്കുക. ഈ ഘട്ടത്തിൽ എത്ര പേർ ഇനി ബംഗാളിൽ നിന്ന് മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുമെന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ട് നിലനിൽക്കുന്നത്.